ഈ ഒരു ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഇഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ ദെൻ സൈൻ റേസ് ടു 12 തീറ്റ പ്ലസ് 3 സൈൻ റേസ് ടു 10 തീറ്റ പ്ലസ് 3 സൈൻ റേസ് ടു 8 തീറ്റ പ്ലസ് സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് 2 ഇൻറ്റു സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് 2 ഇൻറ്റു സൈൻ റേസ് ടു 2 തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ആദ്യമേ ചെയ്യേണ്ട നമ്മൾ ചെയ്തു വെക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. ഈ കോസ് സ്ക്വയർ തീറ്റേനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, കോസ് സ്ക്വയർ തീറ്റേനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് കോസ് തീറ്റ എന്ന് പറയുന്നത്, കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ മീൻസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കിട്ടും. ഇനി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാമെന്ന് വിചാരിക്കാം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാന്ന് വിചാരിക്കാം. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ, ഇവിടെയാണെങ്കിൽ സൈൻ റേസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞു കിട്ടും. സൈൻ റേസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞു കിട്ടും. ഇനി വേണമെങ്കിൽ ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഇക്വേഷനിലോട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ റേസ് ടു 4 തീറ്റ, സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞു കിട്ടും. പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ കണ്ടുപിടിക്കേണ്ട ഐറ്റം നോക്കാം. കണ്ടുപിടിക്കേണ്ട ഐറ്റം ഇവിടെ നോക്കിക്കഴിയുമ്പോൾ തന്നെ സൈൻ റേസ് ടു 12 തീറ്റ ഉണ്ട്, ദെൻ 3 ഇൻറ്റു സംതിങ് ഉണ്ട്, 3 ഇൻറ്റു സംതിങ് ഉണ്ട്, സൈൻ റേസ് ടു 6 തീറ്റ. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഐറ്റം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം സൈൻ റേസ് ടു 12 തീറ്റ. അപ്പോൾ സൈൻ റേസ് ടു 12 തീറ്റ ക്യൂബായിട്ട് കിട്ടണമെങ്കിൽ വരേണ്ട വാല്യൂ സൈൻ റേസ് ടു 4 തീറ്റ വേണം. പ്ലസ് ഇവിടെ സൈൻ റേസ് ടു 6 തീറ്റ, അത് വരണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ വരണം. ഞാൻ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ക്യൂബ് എടുത്ത് നോക്കുവാണ്, ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യൂബ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഏതായാലും സൈൻ റേസ് ടു 12 തീറ്റ വരും, സൈൻ റേസ് ടു 12 തീറ്റ വരും പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ സൈൻ റേസ് ടു 8 തീറ്റ ഇൻറ്റു 8 തീറ്റ ഇൻറ്റു ഡി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് അടുത്ത 3 ഇൻറ്റു സൈൻ റേസ് ടു 4 തീറ്റ ഇൻറ്റു ബി സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ സൈൻ റേസ് ടു 4 തീറ്റ തന്നെ, സൈൻ സ്ക്വയർ തീറ്റയുടെ സ്ക്വയർ സൈൻ റേസ് ടു 4 തീറ്റ, ദെൻ സൈൻ റേസ് ടു 6 തീറ്റ. ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് സൈൻ 10 തീറ്റ, സൈൻ റേസ് ടു 10 തീറ്റയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് സൈൻ റേസ് ടു 8 തീറ്റയാണ്. അപ്പം നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഇത്രയും പോർഷനെ നമുക്ക് സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ബാക്കിയുള്ളത് 2 ഇൻറ്റു സൈൻ റേസ് ടു 4 തീറ്റ വരും പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നും പറഞ്ഞ് വരും. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു ഈ ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ 1 ആണ്. അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനർത്ഥം കണ്ടുപിടിക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് 3 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ചില സമയത്ത് ഇതിൽ തന്നെ ഓൾട്ടർ ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഇതിൻ്റെ കൂടെ -2 വരും, അപ്പോൾ ആൻസർ അതിനനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്ത് വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പല ടൈപ്പിൽ ചോദിക്കാറുണ്ട്. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.